സ്ഥിരമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ ഡോക്ടറെ എനിക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ പ്രശ്നം ഉണ്ടായത്? ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം ഇല്ല എന്നാണ്. ഈ കാണിച്ചിരിക്കുന്ന 2 ആർട്ടിക്കിൾസും കമ്പ്യൂട്ടർ ഉപയോഗവും കാർപ്പൽ ടണൽ സിൻഡ്രോമുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നടത്തിയ പഠനങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ഈ 2 ആർട്ടിക്കിൾസിന്റെയും കൺക്ലൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട് ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം തന്നെ ഉണ്ടായത്? ഇതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, റിസ്റ്റിനുള്ളിലെ പ്രഷർ ഡിഫറൻസ് വരുന്നത്. ഇത് റിസ്റ്റിന്റെ ഒരു ന്യൂട്രൽ പൊസിഷനാണ്. ഈ പൊസിഷനിൽ കാർപ്പൽ ടണലിന്റെ ഉള്ളിലെ പ്രഷറും അതിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലാണ് റിസ്റ്റ് മുമ്പിലോട്ട് മടങ്ങുമ്പോഴോ റിസ്റ്റ് പുറകിലോട്ട് ഫുള്ളായിട്ട് മടങ്ങുമ്പോഴോ ഉണ്ടാകുന്നത്. അപ്പൊ സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ ചിലര് കൈ കുറച്ച് പുറകിലോട്ടോ കൈ കുറച്ച് മുമ്പിലോട്ടോ എല്ലാം വെച്ചായിരിക്കും ഉപയോഗിക്കുക. അങ്ങനെയുള്ള ആൾക്കാരിൽ ഇപ്പൊ അവർക്കൊരു മൈൽഡ് ചെറിയ തോതിൽ കാർപ്പൽ ടണലിന്റെ പ്രശ്നം നേരത്തെ ഉണ്ട് എങ്കിൽ അങ്ങനെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കാർപ്പൽ ടണലിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ പൊസിഷനിൽ ഇരിക്കുകയും കൈവയ്ക്കുകയും ചെയ്യണം. രണ്ടാമത്, നമ്മൾ റിസ്റ്റിന്റെ പൊസിഷൻ ശ്രദ്ധിക്കണം. അത് മുകളിലേക്കോ താഴേക്കോ ഒരു വശത്തേക്കോ ഇരിക്കാൻ പാടുള്ളതല്ല. മൂന്നാമത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗം ചെയ്യരുത്. അതിനു പകരം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്രേക്കുകൾ എടുക്കുക. നാലാമത്, നമ്മൾ റിസ്റ്റിനടിയിൽ നമ്മൾ കണ്ടിന്യൂസ് ഹാർഡായിട്ടുള്ള സാധനം പ്രഷർ വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാഡോ ഒരു സിലിക്കോൺ ജെല്ലോ അല്ലെങ്കിൽ ഒരു തുണി പോലത്തതോ എന്തെങ്കിലും ഒരെണ്ണം വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു കംഫർട്ടബിൾ പൊസിഷൻ, റിസ്റ്റിന്റെ പൊസിഷനും മെയിൻറ്റെയിൻഡ് ആകും, അതേപോലെ അവിടെ ഡയറക്റ്റ് പ്രഷറും വരില്ല. അങ്ങനെയാണെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം വരാൻ ആർക്കാണ് സാധ്യത കൂടുതൽ? അതിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം.